സദ്ഭരണ ദിനം എന്നാണ്. ഡിസംബർ 25 സദ്ഭരണ ദിനം. ഡിസംബർ 25 സദ്ഭരണ ദിനം. ലോകത്തിലെ ഏറ്റവും വലിയ ഐസ് പാർക്ക് നിലവിൽ വന്നത് ഹിലോങ് ജിയാങ്, ചൈനയിലെ ഹിലോങ് ജിയാങ്ങിലാണ് ലോകത്തിലെ ഏറ്റവും വലിയ ഐസ് പാർക്ക് നിലവിൽ വന്നത്. സദ്ഭരണ ദിനം എന്നാണ് ഡിസംബർ 25. ലോകത്തിലെ ഏറ്റവും വലിയ ഐസ് പാർക്ക് നിലവിൽ വന്ന രാജ്യമേതാണ്? ചൈനയാണ്. ചൈനയിലെ എവിടെയാണ്? ഹിലോങ് ജിയാങ്. ഹിലോങ് ജിയാങ്. പ്രഥമ ഖേലോ ഇന്ത്യ ട്രൈബൽ ഗെയിംസിൻ്റെ വേദി ഛത്തീസ്ഗഡ്. ഛത്തീസ്ഗഡിലാണ് പ്രഥമ ഖേലോ ഇന്ത്യ ട്രൈബൽ ഗെയിംസിൻ്റെ വേദി. പ്രഥമ ഖേലോ ഇന്ത്യ ട്രൈബൽ ഗെയിംസിൻ്റെ വേദി ഛത്തീസ്ഗഡിലാണ്. അതിൻ്റെ ഭാഗ്യചിഹ്നം എന്താണ്? മോർവീർ. മോർവീറാണ് ഭാഗ്യചിഹ്നം. അപ്പോൾ പ്രഥമ ഖേലോ ഇന്ത്യ ട്രൈബൽ ഗെയിംസിൻ്റെ വേദി ഛത്തീസ്ഗഡ്. അതിൻ്റെ ഭാഗ്യചിഹ്നമാണ് മോർവീർ. മോർവീർ. സംസ്ഥാനത്ത് അവയവദാനവുമായി ബന്ധപ്പെട്ട എല്ലാ പ്രവർത്തനങ്ങളും ഒരു കുടക്കീഴിൽ കൊണ്ടുവരുന്നതിനായി അവയവദാന ഇൻസ്റ്റിറ്റ്യൂട്ട് നിലവിൽ വരുന്നത് കോഴിക്കോടാണ്. അവയവദാന ഇൻസ്റ്റിറ്റ്യൂട്ട് കേരളത്തിൽ നിലവിൽ വരുന്നത് എവിടെയാണ്? കോഴിക്കോട്. സംസ്ഥാനത്ത് അവയവദാനവുമായി ബന്ധപ്പെട്ട എല്ലാ പ്രവർത്തനങ്ങളും ഒരു കുടക്കീഴിൽ കൊണ്ടുവരുന്നതിനായി അവയവദാന ഇൻസ്റ്റിറ്റ്യൂട്ട് നിലവിൽ വരുന്നത് കോഴിക്കോടാണ്. കോഴിക്കോട്. അറബ് മാതൃകയിലുള്ള രാജ്യത്തെ ഏറ്റവും വലിയ ഗ്രാൻഡ് സൂക്ക് നിലവിൽ വരുന്നത് ഗ്രാൻഡ് സൂക്ക്, അതായത് ഒരു മാർക്കറ്റ് നിലവിൽ വരുന്നത് കോഴിക്കോടാണ്. അറബ് മാതൃകയിലുള്ള രാജ്യത്തെ ഏറ്റവും വലിയ ഗ്രാൻഡ് സൂക്ക്, അതായത് മാർക്കറ്റ് നിലവിൽ വരുന്നത് കോഴിക്കോട്. കോഴിക്കോട് നേരത്തെ എന്താ നമ്മൾ ഒരു കാര്യം കൂടി പഠിച്ചത്? സംസ്ഥാനത്ത് അവയവദാനവുമായി ബന്ധപ്പെട്ട എല്ലാ പ്രവർത്തനങ്ങളും ഒരു കുടക്കീഴിൽ കൊണ്ടുവരുന്നതിനായി അവയവദാന ഇൻസ്റ്റിറ്റ്യൂട്ട് നിലവിൽ വരുന്നത് കോഴിക്കോടാണ്. അറബ് മാതൃകയിലുള്ള രാജ്യത്തെ ഏറ്റവും വലിയ ഗ്രാൻഡ് സൂക്ക് മാർക്കറ്റ് നിലവിൽ വരുന്നത് കോഴിക്കോട്. മുൻ പ്രധാനമന്ത്രി അടൽ ബിഹാരി വാജ്പേയി, ദീൻദയാൽ ഉപാധ്യായ, ശ്യാമപ്രസാദ് മുഖർജി എന്നിവരുടെ വെങ്കല പ്രതിമ സ്ഥാപിതമായത് രാഷ്ട്ര പ്രേരണ സ്ഥൽ ലക്നൌവിലാണ് സ്ഥാപിതമായത്. രാഷ്ട്ര പ്രേരണ സ്ഥൽ ലക്നൗ. അതായത് മുൻ പ്രധാനമന്ത്രിയായിട്ടുള്ള അടൽ ബിഹാരി വാജ്പേയി, ദീൻദയാൽ ഉപാധ്യായ, ശ്യാമപ്രസാദ് മുഖർജി എന്നിവരുടെ വെങ്കല പ്രതിമ സ്ഥാപിതമായത്. അടൽ ബിഹാരി വാജ്പേയി, ദീൻദയാൽ ഉപാധ്യായ, ശ്യാമപ്രസാദ് മുഖർജി. ആരുടെയൊക്കെയാണ്? അടൽ ബിഹാരി വാജ്പേയി, ദീൻദയാൽ ഉപാധ്യായ, ശ്യാമപ്രസാദ് മുഖർജി എന്നിവരുടെ വെങ്കല പ്രതിമ സ്ഥാപിതമായത് രാഷ്ട്ര പ്രേരണ സ്ഥൽ ലക്നൌവിലെ രാഷ്ട്ര പ്രേരണ സ്ഥലിലാണ്. രാഷ്ട്ര പ്രേരണ സ്ഥൽ. അതൊരു 3 വേർഡാണല്ലേ? രാഷ്ട്ര പ്രേരണ സ്ഥൽ. അപ്പോൾ 3 ആൾക്കാർ, അടൽ ബിഹാരി വാജ്പേയിയും ദീൻദയാൽ ഉപാധ്യായും ശ്യാമപ്രസാദ് മുഖർജിയും. വാജ്പേയിയുടെ 101 ജന്മവാർഷിക ദിനത്തിൽ 13 അടിയുള്ള വെങ്കല പ്രതിമ സ്ഥാപിതമായത് അമരാവതിയിലാണ്. അപ്പോൾ വാജ്പേയിയുടെ 101 ജന്മവാർഷിക ദിനത്തിൽ വാജ്പേയിയുടെ 101 ജന്മവാർഷിക ദിനത്തിൽ 13 അടിയുള്ള വെങ്കല പ്രതിമ, വാജ്പേയിയുടെ 13 അടിയുള്ള വെങ്കല പ്രതിമ സ്ഥാപിതമായത് എവിടെയാണ്? അമരാവതിയിലാണ്. അടുത്തിടെ ഏത് ഭാഷയിലെ ഭരണഘടനാ പതിപ്പാണ് രാഷ്ട്രപതി ദ്രൗപദി മുർമു പുറത്തിറക്കിയത്? സന്താലി ഭാഷയിലാണ്. ഏത് ഭാഷയിലെ ഭരണഘടനാ പതിപ്പാണ് രാഷ്ട്രപതി ദ്രൗപദി മുർമു പുറത്തിറക്കിയത്? സന്താലി ഭാഷയിലുള്ള ഭരണഘടനാ പതിപ്പാണ് രാഷ്ട്രപതി പുറത്തിറക്കിയത്. സന്താലി ഭാഷയിൽ. അടുത്തിടെ ഇസ്രായേലിൻ്റെ ദേശീയ പക്ഷിയായ യൂറോപ്യൻ ഹുപ്പോയയെ കണ്ടെത്തിയ കേരളത്തിലെ പ്രദേശമാണ് മഞ്ഞപ്ര. കേരളത്തിലെ മഞ്ഞപ്ര എന്നുള്ള പ്രദേശത്ത് ഇസ്രായേലിൻ്റെ ദേശീയ പക്ഷിയായിട്ടുള്ള യൂറോപ്യൻ ഹുപ്പോയ എന്ന് പറഞ്ഞ പക്ഷിയാണ് ഇസ്രായേലിൻ്റെ ദേശീയ പക്ഷി. അതിനെ കണ്ടെത്തിയ കേരളത്തിലെ സ്ഥലമാണ് മഞ്ഞപ്ര. മഞ്ഞപ്ര എന്നുള്ള സ്ഥലത്ത് ഇസ്രായേലിൻ്റെ ദേശീയ പക്ഷിയായിട്ടുള്ള യൂറോപ്യൻ ഹുപ്പോയെ കണ്ടെത്തി. പണിയ വിഭാഗത്തിൽ നിന്നുള്ള രാജ്യത്തെ ആദ്യ നഗരസഭാ ചെയർപേഴ്സണാണ് പി വിശ്വനാഥൻ. കൽപ്പറ്റ നഗരസഭയിലാണ് പി വിശ്വനാഥൻ ചെയർപേഴ്സണായിട്ട് അധികാരമേറ്റത്. പി വിശ്വനാഥൻ കൽപ്പറ്റ നഗരസഭയിൽ. പണിയ വിഭാഗത്തിൽ നിന്നുള്ള രാജ്യത്തെ തന്നെ ആദ്യത്തെ നഗരസഭാ ചെയർപേഴ്സണാണ്. അപ്പോൾ രാജ്യത്തെ ആദ്യത്തെ നഗരസഭാ ചെയർപേഴ്സൺ പണിയ വിഭാഗത്തിൽ നിന്നുള്ളത് പി വിശ്വനാഥനാണ്. പി വിശ്വനാഥൻ കൽപ്പറ്റ നഗരസഭയിൽ.
പി വിശ്വനാഥൻ എവിടെയാണ്? കൽപ്പറ്റ നഗരസഭയിൽ. പണിയ വിഭാഗത്തിൽ നിന്നുള്ള രാജ്യത്തെ ആദ്യ നഗരസഭാ ചെയർപേഴ്സണാണ് പി വിശ്വനാഥൻ, കൽപ്പറ്റ നഗരസഭ.